കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയാണ് ബി ജെ പി. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി. അത് മാത്രമല്ല, ഈ പറയുന്ന കേഡർ സംവിധാനം, ആർ എസ് എസ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ശക്തി പുറകിലുള്ള സി പി എമ്മിനെ പോലെ തന്നെ കേഡർ സംവിധാനമുള്ള ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ തിരഞ്ഞെടുപ്പുകളെല്ലാം പൂർത്തിയാക്കി മുന്നോട്ട് പോകുമ്പോൾ പക്ഷേ സംസ്ഥാന അധ്യക്ഷനെ മാത്രം പ്രഖ്യാപിക്കുന്നതിൽ ഒരു കൺഫ്യൂഷൻ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. അതായത് ഇപ്പോൾ പ്രഖ്യാപിക്കും എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു. കഴിഞ്ഞ മാസം പ്രഖ്യാപിക്കും, ഈ മാസം പ്രഖ്യാപിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. പക്ഷേ ആ ഡേറ്റുകളെല്ലാം നീട്ടി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ ബി ജെ പി നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ഈ ഒരു പ്രഖ്യാപനം വൈകുന്നത്? അതിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടോ? കെ സുരേന്ദ്രൻ തുടരുമെന്നും അതല്ല മറ്റുള്ള ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള ആളുകൾ വരുമെന്നുള്ള പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായിരിക്കും ഇത്രയും ഒരു വൈകലിന് കാരണം? അത് നമുക്ക് അതിന്റെ വൈകലിന്റെ കാരണം നമുക്ക് പറയാൻ പറ്റുന്നില്ല. എന്നാലും സംഘടന ഈ പറയുന്ന പോലെ കേഡർ സംവിധാനമുള്ള പാർട്ടിയിൽ സമയബന്ധിതമായിട്ട് നേരത്തെ തന്നെ ടൈം ഷെഡ്യൂളോട് കൂടി സംഘടനാ പ്രവർത്തനം നടത്തുന്ന നമ്മളിപ്പം കാണുന്ന സി പി എമ്മിലേ ഉള്ളൂ. ഓരോ സമ്മേളനങ്ങളിലും നേരത്തെ തീരുമാനിച്ച്, അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനവും ദേശീയ സമ്മേളനവും. ഇവിടെയും അതേ മാതൃകയിൽ അത്രത്തോളം വലിയ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതേ മാതൃകയിലാണ് ബി ജെ പിയുടെ കേഡർ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ്. നമ്മൾ ആദ്യം അറിഞ്ഞത് ശരിയാണെങ്കിൽ ഇപ്പം ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റിനെ അനൗൺസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു, ദേശീയ പ്രസിഡന്റും അതോടൊപ്പം അനൗൺസ് ചെയ്യേണ്ട സമയം. ഇപ്പൊ എന്തോ താമസിക്കുന്നത് അവരുടെ പാർട്ടിക്കകത്തെ ആഭ്യന്തര വിഷയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ആയിരിക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇപ്പം ഒരു കാര്യം ഇപ്പം ദേശീയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പേ ഇന്ത്യയിലുടനീളമുള്ള സംസ്ഥാന പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കണം. കേരളത്തിലെ കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ ബി ജെ പിയുടെ ഒരു പോക്ക് വളരെ ചിട്ടയായിട്ടുള്ള പോക്കാണ്. അതിനകത്ത് കൃത്യമായ ഇടപെടൽ ആർ എസ് എസിന്റെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെ പരിശോധിക്കുമ്പോൾ, ഇന്നലെ ഒരു വാർത്ത വരുന്നതെന്ന് പറഞ്ഞാല് ഏതാണ്ട് 100ഓളം നേതാക്കന്മാരെയാണ് ഹരിയാനയിൽ ഇന്നലെ പുറത്താക്കിയിരിക്കുന്നത് ബി ജെ പിയുടെ ആർ എസ് എസ്. അതായത് അടുത്ത ആഴ്ച മാർച്ചിലെങ്ങാണ്ട് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനകത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഞാനാണ് പാർട്ടി എന്റെ പുറകിൽ വരണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന നേതാക്കന്മാരുണ്ടല്ലോ എല്ലാ പാർട്ടിക്കകത്തും. അപ്പൊ അവരെ നിങ്ങളല്ല പാർട്ടി വിചാരിക്കുന്നിടത്താണ് കാര്യങ്ങളെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ യാതൊരു സങ്കോചവുമില്ലാതെ പാർട്ടി നേതാക്കന്മാരായിട്ട് അതുവരെ ജനങ്ങളുടെ ഇടയിൽ നിന്നിട്ടുള്ള ആൾക്കാർ, ഒരുപക്ഷെ ജനത്തിനിടയിൽ സ്വാധീനമുണ്ടെന്ന് വിചാരിക്കുന്ന ആൾക്കാർ, അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇലക്ഷനെ നേരിടുന്ന ഒരു രീതിയാണ്. കാരണം ഇതിനകത്ത് പാർട്ടി സംവിധാനമാണ് വലുത്. അതിന്റെ ആ പാർട്ടിയാണ് വലുത്. ആ പാർട്ടി സംവിധാനത്തോട് കൂടി നിൽക്കുന്ന ആൾക്കാർ മതി. ആ പാർട്ടി സംവിധാനത്തോട് നിൽക്കുന്ന ആരെയും ജയിപ്പിക്കാൻ കഴിയുന്നതാണ് ആ പാർട്ടിയുടെ ബലം എന്ന് കാണിക്കുന്നതാണ് ഈ ഒരു രീതിയിലുള്ള ഈ പുറത്താക്കലുമൊക്കെ. അപ്പം ഈ പുറത്താക്കൽ ഹിമാചൽ പ്രദേശിൽ നമ്മളിപ്പോ ഏറ്റവും അടുത്ത് ചൂണ്ടി കാണിക്കുമ്പോൾ, ബാക്കി പറയുന്ന മഹാരാഷ്ട്രയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ വലിയ വിഷയങ്ങളായിരുന്നല്ലോ. കാരണം ഈ ഹിമാചലിനെക്കാട്ടിൽ കൂടുതൽ പാർട്ടിക്കകത്തെ വിഷയങ്ങളും വെളിയിലെ അവരുടെ ബാക്കി സഖ്യകക്ഷികളുമായിട്ടുള്ള വിഷയങ്ങളും എല്ലാം കറക്റ്റ് ചെയ്തിട്ടാണല്ലോ അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പൊ അവിടെയും പോലും ഇതുപോലെ പ്രശ്നമായിട്ടൊന്നും ആരെന്ന് കാണാതെ പുറത്താക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നിട്ട് പാർട്ടി ഇടപെടുന്നു, പാർട്ടി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ആർ എസ് എസ് പ്രവർത്തിക്കുന്നു. അപ്പൊ ആരെ നിർത്തിയാലും ജയിക്കുന്ന ഒരവസ്ഥ വരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ആരെ നിർത്തിയാലും ജയിക്കുമെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പാർട്ടി സംവിധാനം ഒരിടത്ത് പാർട്ടി ഐഡിയോളജിക്ക് അനുസരിച്ച്, പാർട്ടി പരിപാടിക്ക് അനുസരിച്ച് ആ പ്രദേശത്തെ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ ഏത് പാർട്ടി ആയാലും അവിടെ പിന്നെ പാർട്ടിക്ക് വ്യക്തിക്ക് പ്രാധാന്യമില്ല. അതുകൊണ്ട് കണ്ണൂർ ചില സീറ്റുകളിൽ നമ്മൾ ആരെ നിർത്തിയാലും സി പി എമ്മിന് ജയിക്കാൻ സാധിക്കും. കാരണം അവർക്ക് സി പി എമ്മിന്റെ ചിഹ്നം മാത്രമേ ഉള്ളൂ. സി പി എം അപ്പൊ അതേ രീതിയിലേക്ക് ബി ജെ പി പോകുന്നുണ്ട് കേട്ടോ, കേരളത്തിന് അപ്പുറത്ത് ഉള്ള സംസ്ഥാനങ്ങൾ. അപ്പം ഇതിനകത്ത് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ദേശീയ പ്രസിഡന്റ് അകത്ത് അവിടെ ദേശീയ സംവിധാനത്തിനകത്ത് പുള്ളിക്ക് നേരത്തെ ഉള്ളതിന്റെ അത്രയും നമ്മൾ വെളിയിൽ കാണുന്നില്ലെന്നില്ല, അത്രയും ഒരു അംഗീകാരം അമിത്ഷായുടെ മുമ്പിലോ നരേന്ദ്രമോദിയുടെ മുമ്പിലോ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം അവിടെ ബി ജെ പിയുടെ കോട്ടയാണായിരുന്നു ഹിമാചൽ പ്രദേശ്. അപ്പം ആ കോട്ടയ്ക്കകത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് അറിയാമല്ലോ, തെരഞ്ഞെടുപ്പിനകത്ത് ബി ജെ പി 100% ജയിക്കുമെന്ന് കണ്ടിട്ട് അവിടെ വിമത പരിവേഷത്തിൽ അവിടെ ആൾക്കാരിറങ്ങി അവിടെ ഒരു 10-12 സീറ്റ് ബി ജെ പിയുടെ പോയി, വിമതന്മാര് വരെ ജയിക്കുന്ന ഒരവസ്ഥ വന്നത്. അങ്ങനെയാണ് അവിടെ കോൺഗ്രസിന് അധികാരം കിട്ടുന്ന ഒരു ഇത് വന്നത്. അവിടെ ആ വിഷയം കൈകാര്യം ചെയ്യുന്നതിന് ദേശീയ പ്രസിഡന്റ് സാധിക്കാതെ പോവാന്ന് പറഞ്ഞാൽ, പാർത്ഥൻ വലിയ ആളാ, പാർത്ഥന്റെ നാട്ടിലെ പാർത്ഥന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ പാർത്ഥന് എന്തോ അംഗീകാരം. അപ്പൊ ആ ഒരു വിഷയമുണ്ട്. അപ്പം ഇപ്പം ഈ 2024 ശേഷം ഇത് വളരെ കൃത്യമാക്കിയിട്ടുണ്ട്. ഇപ്പൊ 2020 രണ്ടു വട്ടം അധികാരത്തിൽ വരികയും
ഒക്കെ ചെയ്ത പാർട്ടിക്കകത്ത് ഈ അധികാര സ്ഥാനം എന്ന് പറയുന്നത് വലിയൊരു സ്ഥാനമാണ്. അപ്പൊ അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്നവർക്ക് അവരുടെ കക്ഷികളെ തന്നെ താപ്പോട്ട് പ്ലേസ് ചെയ്യണമെന്നുള്ള തോന്നൽ വന്നു. അപ്പം അതിനനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയം പലയിടത്തും വന്നു. അപ്പൊ BJPക്ക് അത് ചില നേതാക്കന്മാർക്ക് തോന്നി ഞങ്ങളില്ലെങ്കിൽ BJP ഇല്ലെന്ന് തോന്നി. അപ്പൊ ഇങ്ങനെ ഒരു അലവലാതിത്തരത്തിലേക്ക് ആ പാർട്ടി പല സംസ്ഥാനങ്ങളിലും പോകുന്ന ഒരു അവസ്ഥ വന്നു. അപ്പൊ അതിനെ ഭയന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ വന്നു. അതിനകത്ത് അല്ലെങ്കിൽ അവരെ മാറ്റിയാൽ അവിടെ ജയിക്കോ ഇവിടെ ജയിക്കോ എന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥ വന്നുകൊണ്ട് BJP അതിനകത്ത് ഒരു അനങ്ങാനയം ഒരു പരിധി വരെ സ്വീകരിച്ചു. പക്ഷെ എന്ത് വന്നാലും അതൊക്കെ നടക്കും അല്ലെങ്കിൽ നടത്താൻ കഴിയുമെന്ന് RSS എന്ന് പറയുന്ന ഒരു സംഘടന പൂർണ്ണമായിട്ട് അതിനകത്ത് ഇൻവോൾവ് ആയപ്പോൾ അവർക്ക് സാധിച്ചില്ല. ഇപ്പൊ മഹാരാഷ്ട്രയിലായാലും കൊള്ളാം, ഡൽഹിയിലായാലും കൊള്ളാം, ഈ പറഞ്ഞ ഹരിയാനയിലായാലും കൊള്ളാം, നടക്കത്തില്ലെന്ന് BJPക്കാർ വിചാരിച്ചപ്പോഴും RSS അതിന്റെ വർക്ക് അങ്ങോട്ട് കൃത്യമാക്കിയപ്പോൾ നടക്കുന്ന ഒരു അവസ്ഥ വന്നു. അപ്പം 2024 ശേഷം എന്ത് വന്നാലും പാർട്ടി സംവിധാനത്തെ വളരെ കൃത്യതയോടുകൂടി കൊണ്ടുപോയില്ലെങ്കിൽ കോൺഗ്രസിന്റെ കൂട്ടൊക്കെ ആയി പോകുമെന്ന് കണ്ടുകൊണ്ട് 24 UP സംഭവിച്ചത് തന്നെ. UPയിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ആന്തരിക വിഷയമായിരുന്നു വാർത്ത. ആ വിഷയത്തിനകത്ത് സ്ഥാനാർത്ഥി നിർണയത്തിനകത്തൊക്കെ വന്ന പാളിച്ചയാണ്. മാത്രമല്ല RSSനകത്ത് ഇടപെടലുണ്ടായില്ല. RSSന് ചില താല്പര്യങ്ങളും സ്ഥാനാർത്ഥികളെയൊക്കെ മാറ്റി തീരുമാനിച്ചെന്ന് അറിയാൻ സാധിക്കുന്നു. അപ്പൊ കേരളത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സംഘടനാ തെരഞ്ഞെടുപ്പ് അവരിപ്പോ നടത്തുന്നുണ്ട്, തീരുമാനിക്കുന്നുണ്ട്. അവര് സംഘടനാ സെറ്റപ്പ് അനുസരിച്ച് ഈ പറയുന്നത് പോലെ ജനസാന്ദ്രത അനുസരിച്ച് പറയുന്ന പ്രസിഡന്റുമാരെ കൂടുതലായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം അത് പ്രവർത്തനത്തിന് കൂടുതൽ സുതാര്യമാക്കുന്നതിനും ആൾക്കാരുടെ ഇടയിൽ കൂടുതൽ നേതാക്കന്മാർക്ക് ഓടിയെത്തുന്നതിനും ഒക്കെ. അപ്പം അത് നല്ലത് തന്നെ. പക്ഷെ ഈ പറയുന്ന നേതാക്കന്മാർ കൊള്ളത്തില്ലെങ്കിൽ നേതാക്കന്മാരെ മാറ്റി തീരുമാനിക്കുന്നതിന് നേതാക്കന്മാരെ ഉണ്ടാക്കുമ്പോൾ അത് ഭാഗത്തിൻ്റെതല്ലാതെ മത്സരത്തിൻ്റെതല്ലാതെ ജനങ്ങൾക്കിടയ്ക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ പാർട്ടിക്കകത്ത് പാർട്ടിക്കാർക്ക് അംഗീകാരമുള്ളതും അതുപോലെ തന്നെ പാർട്ടി പരിപാടികൾ എന്ന് പറയുമ്പോൾ നാട്ടുകാർ വിചാരിക്കും പാർട്ടിക്കകത്ത് ജാഥ നടത്തുക, ധർണ നടത്തുക. മറ്റേ പാർട്ടി പരിപാടി എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു പാർട്ടിയുടെ ഐഡിയോളജി അനുസരിച്ച് അതിന്റെ ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ അനുസരിച്ച് ചിട്ടയായിട്ട് പ്രവർത്തനം നടത്തി ആ പ്രവർത്തനത്തെ ആ നാട്ടിൽ അംഗീകരിപ്പിച്ച് അതിനനുസരിച്ച് ജനാധിപത്യ സംവിധാനത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി ആ ലൈനിലേക്കൊക്കെ പോയി വരുന്ന ഒരവസ്ഥ ഉണ്ടായാലാണ് മുന്നേറ്റം നടത്താൻ സാധിക്കുന്നത്. അപ്പം ആ രീതിയിലേക്ക് കേരളം പോകണം. കേരളത്തിനകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ BJPയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി RSS തയ്യാറാവുന്നത്. അവർ തമ്മിലൊരു ശീത സമരമുണ്ട്. അല്ലെങ്കിൽ RSSനെ അംഗീകരിച്ചു പോകുന്നതിന് BJP തയ്യാറാവുന്നില്ല. അപ്പൊ അത് മാറ്റം വന്നാൽ ഇവരൊന്നിച്ചു നിന്നാൽ ആ പ്രവർത്തനം ഗ്രാസ് റൂട്ട് ലെവലിലെ പ്രവർത്തനം കൃത്യമാക്കിയാൽ മാത്രമേ എത്ര സംഘടനാ നേതാക്കന്മാരെ തീരുമാനിച്ചാലും ജനങ്ങളുടെ ഇടയിലേക്ക് അവരുടെ ആശയങ്ങൾ എത്തിച്ചേർന്നാലേ അവർക്കത് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അതിന്റെ അവസാനമാണല്ലോ വോട്ടാക്കി മാറ്റാൻ പറ്റത്തുള്ളൂ. അപ്പൊ ബാക്കിയുള്ള സ്റ്റേറ്റുകളിൽ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ നേതാവല്ല പാർട്ടിയാണ് വലുത്, പാർട്ടിക്ക് മേളെ വളർന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നവരെ അന്നേരെ മാറ്റി നിർത്തി ഏത് തെരഞ്ഞെടുപ്പായാലും പോകുന്നതിനും ആ മാറ്റി നിർത്തിയിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ആ തെരഞ്ഞെടുപ്പൊക്കെ BJP ജയിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ BJP എത്രയും ശക്തമാണെന്ന് ആലോചിക്കണം. അപ്പൊ ഈ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം പാർത്ഥൻ ചോദിച്ചപ്പോൾ ഇവിടെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഇപ്പം തീരുമാനമാവും. എത്ര താമസിപ്പിച്ചാലും തീരുമാനവും എല്ലായിടത്തും വരും. ദേശീയ പ്രസിഡന്റിനൊക്കെ തീരുമാനിക്കും. നമ്മൾ ജീവിക്കുന്ന കേരളത്തിലായതുകൊണ്ട് കേരളത്തിൽ ഇതുവരെ BJP വരാത്തതുകൊണ്ട് BJPക്കാര് ആ രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥയുള്ള സംസ്ഥാനങ്ങൾ ഇപ്പൊ ഹിമാചൽ പ്രദേശിൽ സംഭവിച്ചതും അല്ലെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതും പല സംസ്ഥാനങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നതും ഈ പറയുന്ന പോലെ കർണാടകയിൽ ഒരു സമയത്ത് സംഭവിച്ചതും ഒക്കെ ഇനി ആവർത്തിക്കാതിരിക്കാൻ, അതായത് ഏത് ഘട്ടത്തിലായാലും അല്ലെങ്കിൽ ഏത് സമയത്തായാലും പാർട്ടിക്ക് വിധേയരാവാത്തവരെ പാർട്ടി വെച്ചോണ്ട് ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവത്തില്ല. അതായത് അത്രയ്ക്ക് ശക്തമാണ് അല്ലെങ്കിൽ ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനകത്ത് കൂട്ടായിട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും 2024 ശേഷം പൂർണ്ണ അർത്ഥത്തിൽ RSSനെ കൂട്ടുപിടിക്കുന്ന ഒരു BJPയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് BJPയുടെ ഒരു പൂർണ്ണ വിജയമാണ്. കാരണം ഈ 2025 RSSന്റെ 100ാം വയസ്സും തികയാണ്. അപ്പം അവരുടെ പോക്ക് അതിനെ അനുകരിച്ചാൽ കേരളത്തിൽ BJP അധികാരത്തിൽ വരും. അല്ലെങ്കിൽ കേരളത്തിൽ BJP ഒരു ശക്തമായ പാർട്ടി ആണെന്ന് പറഞ്ഞ് ആശ്വസിക്കേണ്ടി വരും. അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി താല്പര്യമുള്ള നേതാക്കന്മാരെ ഉണ്ടാവണം കേരളത്തിൽ ആത്മാർത്ഥമായിട്ട്. ഞാനല്ല, പാർട്ടിയാണ് വലുത്, അപ്പൊ പാർട്ടിയെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം, കഴിഞ്ഞാലും പാർട്ടി ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന നേതാക്കന്മാർ ഉണ്ടാവണം. എന്നാൽ ശരിയാവും. അല്ലെങ്കിൽ അതാണ് നമ്മളിപ്പോ കാണുന്നത്. ഹരിയാനയിൽ ഇപ്പോൾ ഏറ്റവും ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന RSS ഇടപെട്ട് 100ഓളം നേതാക്കന്മാരെ മാറ്റി നിർത്തി. അത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കലഹം ഉണ്ടാക്കുന്നവരെയാണ്. അപ്പൊ അത്തരത്തിൽ കലഹം ഉണ്ടാക്കുന്നവരെ BJPക്ക് വേണ്ട എന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോകണം. അതാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. എന്ത് തന്നെയായാലും അങ്ങ് പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന്, അതായത് ഇപ്പോൾ കേരളത്തിലെ BJP നേതാക്കന്മാരും BJPയും ഒക്കെ RSSനെ കണ്ട് കൃത്യമായി പഠിക്കുകയും RSS നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണ് മൊത്തത്തിൽ ഉയർന്നു വരുന്നൊരു അഭിപ്രായവും. അതാണ് BJPയെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മാർഗവും എന്നാണ്. പക്ഷേ
കേരളത്തിലെ RSS നേതാക്കളും BJP നേതാക്കളും എല്ലാം ഒരേപോലെയാണ് എന്ന ഒരു വിമർശനവും കൂടെ വരുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് കേരളത്തിലെ ഈ ഇരു സംവിധാനങ്ങളും എന്നുള്ളതാണ് ഒരു വിമർശനം. എന്തായാലും അത് പരിഹരിച്ച് അവർ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ വലിയൊരു തിരിച്ചടി തന്നെ കേരളത്തിൽ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ എന്തായാലും അങ്ങേക്ക് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.